പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകളെ ഞങ്ങളിൽ നിറയ്ക്കണമേ. വിട്ടുപിരിയ ബന്ധുവായി എപ്പോഴും ഞങ്ങളോടൊപ്പം കൂടെ ആയിരിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുനാഥ, ഞങ്ങൾക്ക് ഇന്നൊരു പകൽക്കാലം തന്ന് അനുഗ്രഹിക്കുകയും പ്രഭാതത്തിൽ ദിവ്യബലിയിൽ പങ്കുകാരാകുവാനും ബലിവസ്തുക്കളാകുവാനും കർത്താവ് ഞങ്ങളെ ഒരുക്കിയ ആ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. നാഥ, കർത്താവായ യേശുവേ, പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെയും അവിടുത്തെ കൃപയാൽ പരിപാലിച്ച് നടത്തുകയും ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് തന്ന എല്ലാ ഭൗതിക നന്മകൾക്കായും സ്തോത്രം ചെയ്യുന്നപ്പാ. ആപത്തനർത്ഥം വരാതെ വണ്ണം അവിടുത്തെ ചിറകിൻ കീഴിൽ നടത്തുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ കൂടുതൽ കൂടുതൽ അവിടത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപകൾ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ അപ്പാ. ഈ കരുണയുടെ സമയം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുഞ്ഞുമക്കളെയും സഹോദരങ്ങളെയും സഹോദര കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ സ്നേഹിതർ, ചാർച്ചക്കാർ, ഉപകാരികൾ എല്ലാവരെയും കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ, ഇപ്പോൾ കർത്താവിൻ്റെ നാമം എന്നിലൂടെ കേൾക്കുന്നവരെ, അവരുടെ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ അപ്പാ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, എല്ലാ രോഗപീഡിതരുടെയും മേൽ കരുണയായിരിക്കണമേ. ഇന്ന് പ്രാർത്ഥിച്ച് വചനമെടുത്തു. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 103 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ആദ്യ വചനം തന്നെ: എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് എന്നുള്ള വചനമാണ് ഇതിലെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും കർത്താവിനെ വാഴ്ത്താനും സ്തുതിക്കാനും കടമപ്പെട്ടവരാണ്. നമുക്ക് ഈ ലോകത്ത് മാത്രമല്ല ഒരു ജീവിതമുള്ളത്. ഈ ലോകം വിട്ടുപോയാലും നമുക്കൊരു ജീവിതം വേണം. അത് ഈശോയുടെ പക്കലായിരിക്കാനുള്ള ആ ജീവിതത്തിന് വേണ്ടി നാം എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരണം. കാരണം വചനത്തിൽ പറയുന്നത് പോലെ നടന്നു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രകൃതിയിൽ പണ്ട് കാലത്തില്ലാത്ത ഓരോ അനുഭവങ്ങൾ കാണുന്നു. കാലത്തിൻ്റെ അടയാളങ്ങളായിരിക്കാം. വചനം നമ്മെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ആത്മാർത്ഥമായി ഈശോയോട് ചേർന്ന് ജീവിക്കണം. അതിനായി നമ്മെ ഓരോരുത്തരെയും ഈ കരുണയുടെ സമയം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.